ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തണ്ണിത്തോടാണ്. തണ്ണിത്തോട് കൊട്ടവഞ്ചി സങ്കേതത്തിലാണ്. ഇവിടെ കൊട്ടവഞ്ചിക്കകത്തുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ നമ്മൾ പോയിട്ട് ബാക്കി വീഡിയോസ് ഇടാം. ഓക്കെ. നമ്മൾ ഈ എൻട്രി ചെയ്യുന്ന സ്ഥലം മുതൽ അങ്ങോട്ട് കൊട്ടവഞ്ചികൾ ധാരാളമുണ്ട്. ആളുകളുടെ തിരക്കനുസരിച്ച് ഈ വഞ്ചികളെല്ലാം എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വേണ്ട, ഞങ്ങൾ പോവാ. വാ. നമുക്കിനി താഴെ ചെന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് യാത്രയ്ക്കുള്ള സമയമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് താഴെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. മന്നമോൾക്കും ഹന്നമോൾക്കും ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതെന്താണെന്നുള്ളത്. നല്ലൊരു മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കാലാവസ്ഥ ഇച്ചിരി മോശമാണ്, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇവിടെ ശരിക്കും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് എന്തായാലും പോവാം. നിഷ പറഞ്ഞു വേണ്ട, ഞാൻ കയറുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പേടിയാന്ന് പറഞ്ഞ്. എന്നാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങളെന്തായാലും വഞ്ചിയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ സീസൺ ടൈമിൽ ശരിക്കും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ശരിക്കും ആൾക്കാർ ചില സമയങ്ങളിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കൂൾ കുട്ടികളൊക്കെ അവർ വരാറുണ്ട്. അതുപോലെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങളൊക്കെ പിടിച്ച് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴും വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നൊരു 10ഓളം കൊട്ടവഞ്ചി അവിടെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് തണ്ണിത്തോടാണ്. കോന്നിക്കടുത്ത് തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഞങ്ങൾ ഈ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നിറയെ ആൾക്കാരുണ്ട്. ഇപ്പം ഇങ്ങനെ മഴക്കോളുണ്ടായതുകൊണ്ട് ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നല്ല സൂപ്പർ സ്ഥലമാണ്. നമുക്ക് ഒരു കൊട്ടയ്ക്കകത്ത് 5 പേർക്ക് യാത്ര ചെയ്യാം. 600 രൂപയാണ് ചാർജ്. നമുക്കൊരു അരമണിക്കൂർ ഈ തോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഹന്നയൊക്കെ അവർ എൻജോയ് ചെയ്യുകയാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ. ഇതാണ് മിനൽ. അങ്ങനെ ഓരോ കൊട്ടവഞ്ചിയും നിറച്ച് ആൾക്കാരുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പുറകാലെ ആൾക്കാരിങ്ങനെ ക്യൂവിലാണ് അടുത്ത കൊട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടി. ഒരു അരമണിക്കൂറോളം അവർ അവിടെ എല്ലാം പോയി ഒന്ന് കറക്കിയിട്ട് തിരികെ കൊണ്ടുവരും. നല്ലൊരു യാത്രയാണെന്ന് പോയിട്ട് വന്നവരെല്ലാം പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങളോട് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ പോകുന്ന രംഗമാണ്. ഞങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, ജാക്കറ്റൊക്കെ ഇട്ടു. ഇനി കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ പോകുന്ന രംഗമാണ്. കൊട്ടവഞ്ചി കയറാൻ പോകുന്നു. ആണോ? അന്നെ ഇവിടെ പോവാ? ഓട്ടോയിൽ കയറാൻ പോകുന്നു. കൊട്ടയ്ക്കകത്ത് കയറാൻ പോവാ. നിഷ പേടിയുണ്ടോടെ? നിഷയ്ക്ക് ഭയങ്കര പേടിയാണ് കൊട്ടവഞ്ചിയിൽ കയറുന്നതിന്. ഞങ്ങളെ കൊണ്ടുപോകുന്ന ചേട്ടൻ, 15ാമത്തെ നമ്പർ. ചേട്ടൻ്റെ പേരെന്തോ? വിൽസൺ എന്നാണ് എൻ്റെ പേര്. വിൽസൺ. ഓക്കെ. ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. എല്ലാം കയറി. അപ്പോൾ ഇനി ഞാനിവിടെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ യാത്ര ചെയ്യട്ടെ. വെളിയിൽ നിന്ന് എടുത്താൽ എല്ലാവരും ഞങ്ങളെല്ലാവരും കൊട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വിൽസൺ എന്നാണ്. ഇവിടെ സ്ഥലത്തിൻ്റെ പേര് കല്ലാറ് മണ്ണിയർ അടുത്താണ്. ഓക്കെ. എത്ര വർഷം കൊണ്ട് ഇപ്പം ഇവിടെ? 11 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ആണല്ലേ? 2014 ഇത് ആദ്യം തുടങ്ങുന്നത്. അന്ന് മുതൽ ഞാനിവിടെ ഉണ്ട്.
എങ്ങനെയുണ്ട് നിഷ എക്സ്പീരിയൻസ്? സൂപ്പറാണോ? പേടിച്ചിരുന്ന ആളെ വേണ്ട ഉപ്പും മുളകും സീരിയൽ കാണാതിരിക്കുന്ന പോലെ അങ്ങിരിക്കും. മന്നെ എങ്ങനെയുണ്ടാ? ഇവിടെയൊക്കെ നല്ല ആഴം ഉണ്ടാവുമോ? എങ്ങനെയുണ്ട്, കൊള്ളാവോ? അന്നെ മോനെ എങ്ങോട്ട് നോക്കി, എങ്ങനെയുണ്ട്, കൊള്ളാവോ യാത്ര? സൂപ്പറായിട്ടുണ്ടോ? ആ ചോദിക്കേട്ടാ മോളെ ABCD എത്ര അക്ഷരമുണ്ട്? ABCD എത്ര ഉണ്ട്? പറ. തെറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല, വഞ്ചിയെന്ന് ഇറക്കി കൊടുത്തൊന്നും തിരിച്ച് പറഞ്ഞു പോകണം. മോള് പറഞ്ഞോ. ഓക്കെ, ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്ത ആൾക്കാരിങ്ങനെ ക്യൂവിലാണ് പോകാൻ വേണ്ടി. അപ്പോൾ ഒത്തിരി എൻജോയ് ചെയ്ത ഞങ്ങളുടെ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളെ കൊണ്ടുപോയ ചേട്ടനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വഞ്ചിയിൽ നിന്നിറങ്ങി ഞങ്ങളിനി ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ കൊട്ടവഞ്ചി യാത്ര കൊള്ളായിരുന്നോ? അടിപൊളി. സൂപ്പറായിരുന്നോ? എങ്ങനെയായിരുന്നു എന്നാ? സൂപ്പറായിരുന്നു. മില്ലിനെ എങ്ങനെയായിരുന്നു? കിട്ടില്ലായിരുന്നു. സൂപ്പറായിരുന്നു അല്ലേ? ആ ചേട്ടൻ നല്ല വൈവായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. മന്നെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? ഇനി അടുത്തേക്കോട്ടെ പോണ്ടേ? എങ്ങോട്ടാ പോണ്ടേ? എവിടെ? ആനക്കുട്ടി പോകണം. ശരി, അപ്പോൾ ഞങ്ങളിനിപ്പോൾ യാത്ര പോകുന്നത് ആനക്കുട്ടിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ അവിടെ ചെയ്ത് കാണാം.